ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അമ്മ എന്താ പറയുക, ഞാൻ വരാൻ വൈകിയെന്ന് വിചാരിച്ചപ്പോൾ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളകുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണേ, ഞാൻ വന്നിട്ട് പറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചേ ഉള്ളൂ, നമ്മൾ തോട്ടമൊക്കെ ഇങ്ങനെ വേറെ കൊടുക്കുന്നതുകൊണ്ട് അതിലുള്ളൊന്നും നമുക്ക് പറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനായിട്ട് 4 വള്ളികൾ ഇങ്ങനെ നിർത്തുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതമ്മ കുറച്ച് മേലെ കയറി പറിക്കണ്ടേ. വേറൊരു ഏട്ടൻ അടുത്ത് രജേട്ടൻ വന്നപ്പോൾ രജേട്ടനോട് പറിച്ചു തരുമെന്ന് ചോദിച്ചങ്ങ് പറിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അമ്മ വിളിച്ചു, അയ്യോ ഞാൻ ഓർമ്മയില്ലാണ്ട് പറിച്ചു, നീ മുളകിന് ചവിട്ടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ല, അപ്പോൾ എന്താ ചവിട്ടുന്നതെന്ന് അറിയാത്ത എന്നെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒക്കെ തന്നെ കുറേ കട്ടിലോ ബെഞ്ചൊക്കെ എടുത്തിടും, കുറേ ഉണ്ടാവേ മുളകുണ്ടാവിച്ചിട്ട് അമ്മേ കാലൊക്കെ. അപ്പോൾ ഞാൻ അമ്മേനോട് ആദ്യം പണ്ട് തൊട്ടേ ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടുന്ന കുരുമുളകാണല്ലോ നമ്മൾ അങ്ങനെ കറി വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എപ്പോഴും ഞാൻ ചോദിക്കും. അപ്പൊ അമ്മ പറയുന്നത് അതുകൊണ്ടാ പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് സാധനവും കഴുകിയിട്ട് ഉപയോഗിക്കണമെന്ന്. അപ്പൊ ഇതിന് മെഷീനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അമ്മ. പക്ഷെ ഇവിടെ എത്ര അമ്മ പണ്ടൊക്കെ മുളകുണ്ടായിരുന്നു? ഞാൻ എന്നെ കല്യാണം കഴിച്ചോളൂ 20 കിൻഡൽ. ഒരു കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോ അല്ലേ? 20 കിൻഡൽ മുളകാണ് നമ്മളിവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറഞ്ഞു അമ്മ ഇല്ല അത്രയ്ക്കും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മുളകിന്റെ ആ ഒരു ഇതൊക്കെ കാലാവസ്ഥ. ഞാൻ വന്നപ്പോഴേക്കും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഒന്നുമില്ല ഇപ്പോ. അപ്പോൾ അമ്മ എപ്പോഴും പറയും ഞങ്ങള് 20 കിൻഡൽ എന്ന് വെച്ചാൽ ഏകദേശം 2000 കിലോ ഒക്കെയാണ് കേട്ടോ മുളക്. ഇപ്പൊ ഇത് 20 കിലോ പോയിട്ട് 10 കിലോ ഉണ്ടാവും അമ്മ, 5 കിലോ ഉണ്ടാവും അമ്മ. അവിടെ ഒരു വള്ളി ഉണ്ട് അമ്മേന്റെ സ്ഥിരം ഒരു വള്ളി, അതും തന്നെ അമ്മ നല്ലൊരു ചാക്ക് മുളകൊക്കെ പറിക്കാറുണ്ടെന്ന്. ഇപ്പൊ ഇല്ല. അപ്പൊ മെഷീനൊന്നും അപ്പൊ തന്നെ ഇവർ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇങ്ങനെ തന്നെ പണിക്കാരൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ കൂടി നിന്ന് ചവിട്ടി തിരുമ്മി അങ്ങനെയാണ് അത് അതിന്റെ ഇത് എടുക്കുക. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് ചവിട്ടാനൊക്കെ. ഞാൻ നോക്കട്ടെ. വേണ്ട, കാല് കറയാവും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് കണ്ടില്ലേ, ഇത് കുരുമുളക്, ഇത് വേറെ ആട്ടോ. അമ്മ ഇപ്പൊ എനിക്ക് കായം തരാൻ വേണ്ടി പറിച്ചുകൊണ്ടെന്നാണ്. ഇതിപ്പോ 2 മരത്തിന്റെ അമ്മ, ഒന്നിന്റെ 2 മരത്തിന് പറയാൻ നാളൊക്കെയാ സംഭവം. അമ്മയ്ക്ക് ഒരു മരത്തിന് 100 കിലോ ഒക്കെ കിട്ടിയതാണ്. അപ്പൊ ഇതില് എന്താണ് കുരുമുളക് തന്നെ പല തരത്തിലുണ്ടെന്ന്, പല എന്താ പറയാ വെറൈറ്റീസ് എന്ന് അമ്മ പറയാ. അതിന് അതായത് പേര് ഓരോ ഇതില് അങ്ങനെ ഉണ്ടെന്ന്. ഇത് നമ്മൾ എന്താണമ്മ പന്നിയൂർ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവേ. പിന്നെ വേറെന്താ നടേശൻ ഉണ്ട് പോലും, കല്ലുവള്ളി, വേറെ വയനാടൻ എങ്ങനെ ഉണ്ടാവും? വലിയ വലിപ്പം ഉണ്ടാവും അല്ലേ? ഇതേതാ കല്ലുവള്ളിയോ? ഇത് കല്ലുവള്ളിയാണ്. ഇത് ശരിക്കും വളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. ഇതൊക്കെ ഇതിന്റെ മുളകില്ല, വള്ളി നാശായി, ഇനിയൊക്കെ പുതിയത് പിടിപ്പിക്കേണ്ടി വരും. ഇത് ശരിക്കും ഇതിന്റെ മണ്ണ് നാശായി, അതാണ് മെയിൻ പ്രശ്നം. മണ്ണിലെ ഗുണമൊക്കെ പോയി. അപ്പൊ ഇത് ശരിക്കും ഇതിന്റെ ഇരട്ടി വലുപ്പമൊക്കെ ഉണ്ടാവുന്നു. കല്ലുവള്ളിയോ? കല്ലുവള്ളി. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ആകെ അറിയുന്നത് വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ. ഇതിൽ ഈ വൈറ്റ് പെപ്പറിന് ശരിക്കും വേറെ മരമൊന്നും ഇല്ല കേട്ടോ. ഇതിന് തന്നെ തോല് കളഞ്ഞ് ഇതിൽ കുറച്ച് പ്രോസസ്സിങ് ചെയ്ത് എടുക്കുന്നതാണ് വൈറ്റ് പെപ്പർ എന്ന് പറയുന്നത്. അത് കുറച്ച് അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ. അല്ലാതെ ഈ സെയിം സാധനം തന്നെയാണ് അതും കേട്ടോ. അപ്പൊ ഇത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അച്ഛമ്മ ആദ്യം ചവിട്ടി റെഡിയാക്കിയോ അമ്മേ? കഴിഞ്ഞോ? ഈ ബാക്കി മീന് ചവിട്ടുന്നുണ്ടോ? അപ്പോൾ ആദ്യം അമ്മ ചവിട്ടി തിരുമ്മി അതിന്ന് ഇങ്ങനെ പോവാത്തതൊക്കെ വീണ്ടും ഇങ്ങനെ തെരഞ്ഞെടുത്ത് നമ്മളെ മീനുക്കുട്ടി ചവിട്ടുന്നുണ്ട്. മീനുക്കുട്ടി പിന്നെ സ്കൂളിൽ സോക്സ് ഒക്കെ ഇട്ട് പോകുന്നതുകൊണ്ട് കാലിൽ കറയായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ലീവിലൊക്കെ റെഡി ആയിക്കോളും അല്ലേ മീനുട്ടി? കാലൊക്കെ കറുത്ത് വൃത്തിയേടാവും. സാരല്ല, കുഴപ്പമില്ലല്ലേ? അങ്ങനെയാണോ അമ്മ അവള് ചെയ്യുന്നത്? ശരിയാണോ? അതാ ചവിട്ടി കൂട്ടുന്നുണ്ട്. അങ്ങനെ ഉരയ്ക്കരുത്, തൊലി പോവും. അപ്പൊ ഇങ്ങനെ നമ്മളെ മീനുക്കുട്ടീനെ നമ്മൾ പണി പഠിപ്പിക്കുക. ഇത് കഴിഞ്ഞ കുറേ വള്ളി പിടിപ്പിക്കും. പണി പഠിച്ചു വരുമ്പോഴേക്കും മുളക് കഴിഞ്ഞു അല്ലേ? ഇത് എത്ര ദിവസം അമ്മ ഉണങ്ങിന്റെ വെയിലത്ത് വെക്കണ്ടേ? മീനുക്കുട്ടി ഒക്കെ ചിക്കി പരത്തി ഇട്ടു അമ്മ. അവിടെ നോക്ക്. അങ്ങനെ ആക്കിയതുകൊണ്ട് അങ്ങനെ പരത്താൻ പറ്റില്ല. ഒക്കെ പുറത്തേക്ക് പോയി നോക്ക്. എനിക്ക് ഇതാണ്
മാറാ നിങ്ങടെ എടുത്തിട്ട് കൊടുക്ക്. അമ്മ ഇത് എത്ര ദിവസം ശരിക്കും വെയിലത്തിടണ്ടേ? നല്ല വെയിലാണ്. ഈ മഴക്കാലത്ത് മഴ ഉണ്ടാവില്ലല്ലേ, മുളക് പറിക്കുമ്പോൾ അധികം മഴ ഉണ്ടാവാറില്ല തോന്നുന്നുണ്ട്. 2.5 ദിവസം ഇടണം. 3 ദിവസം കണക്കാ. ഒന്നൊന്ന് പറ ആദ്യ ദിവസം 3 മണിക്ക് വാരി കെട്ടി. അതെന്താ ഒരു 3 മണി കണക്ക്? ചൂടോടുകൂടി വാരണം, വെയിലാറണം. അതാണ് 3 മണി. കറുത്ത് വരുമ്പോ വാരി കെട്ടി. ഇന്ന് നമ്മളിപ്പോ വൈകുന്നേരം അല്ലേ ഇട്ടേ, നാളെ തൊട്ടല്ലേ ദിവസം കൂട്ടുക? അപ്പൊ നാളെ നമ്മൾ ഇട്ടിട്ടില്ല, പറിച്ചിട്ടേ ഉള്ളു. അപ്പൊ നാളെ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഒരു 3 മണി ആവുമ്പോ എന്ത് ചെയ്യണം? വാരിക്കെട്ടി. ഇത് ഈ കുറച്ചുള്ള കാര്യമാണ്. വലിയ കല്ലൊക്കെ കെട്ടിയിട്ട് അതിന്റെ മുകളിൽ വെയിറ്റ് വെക്കും. അപ്പൊ അത് കളർ കറുത്ത കളർ ആവാൻ വേണ്ടിട്ട്. എന്നിട്ട് പിന്നെ ഇടും. പിന്നെ എത്ര ദിവസം ഇടും? പിന്നെ കെട്ടി വെക്കൂല, വേർക്കും. ആദ്യത്തെ ദിവസം മാത്രം അങ്ങനെ കെട്ടി വെക്കുള്ളൂ. നീനോ അച്ഛമ്മേനെ നോക്ക്. അങ്ങനെ കൂട്ടിയിടുക, ഇങ്ങനെ ഇടുക, അങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. അതാ മീൻകുട്ടി അപ്പൊ അതേപോലെ ചെയ്യുന്നുണ്ടേ. അച്ഛമ്മ മണ്ണിൽ പണിയെടുത്തിട്ടാണ് കാലിന്റെ അവസ്ഥ അങ്ങനെ. നീ എന്തെടുത്തിട്ടാ മീനു കാലിങ്ങനെ? ആണോ? അമ്മ അപ്പൊ ഒരു 100 കിൻഡിലൊക്കെ ഉണ്ടെന്ന് പറയില്ലേ? അപ്പൊ എത്ര ദിവസങ്ങൾ പണിയെടുക്കും? ഒരു ദിവസം കൊണ്ട് ചവിട്ടി തീരൂല. അത്രയും ആൾക്കാരൊക്കെ ഉണ്ടാവും. കാപ്പി ഇറക്കി കഴിഞ്ഞാൽ മുളക് കറി, കാപ്പി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ മുളക് കറി. ചൂട്ടിൽ തന്നെ ഉതിർന്ന് കിടക്കും. പക്ഷെ അന്നൊന്നും വിലയില്ലല്ലോ. അപ്പൊ ചൂട്ടിൽ തന്നെ ഉതിർന്ന് കിടക്കും. ഇഷ്ടം മാരി മുളക് മഴ അന്നൊക്കെ മഴ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഈ കുമ്പത്തിലൊക്കെ മഴ പെയ്താല് ഇങ്ങനെ ചോട്ടിൽ വീണ് അളിഞ്ഞ് ഒരു മരത്തില് ഒരു ദിവസം ഒരു 4-5 മരം പറിക്കും ഒരാള്. നല്ല ഇതാണ് 2 മരം. 2 മരേ പറിക്കുള്ളൂ. ഇപ്പോഴൊക്കെ ഒരു ദിവസം 10 എണ്ണൊക്കെ പറിക്കൂലേ? കല്ല് വെള്ളിയാണെങ്കിൽ നല്ല നിൽക്കൂലേ? അതെ, മണ്ണ് നാശമായിട്ട് അങ്ങനെയെല്ലാം പോകുന്നത്. നാശമായിട്ടായിരിക്കും, എന്താ അറിയില്ല. മുളക് വെള്ളിയല്ല. ഇപ്പൊ ഞാനത് നട്ടിപ്പ് ഈ അടുത്ത് 3 പിടിപ്പിച്ച് നല്ല കായ 500 വല്ല. ഈ കൊല്ലം പന്നിയൂറോ നാശമായി പോയില്ലേ? നിങ്ങൾ അമ്മേന്റെ പുറകിലൊരു സംഭവം പാറുന്നത് എല്ലാവരും കണ്ടോ? അതാണ് എന്ത് തേനമ്മ? ചെറുതേനീച്ച. ഞങ്ങളെ ചുമരുമ്പിൽ കുടുംബമായിട്ട് കൂട് കെട്ടി കുറെ കാലങ്ങളായി. ചുമര് പൊളിച്ചാൽ കുറെ ചെറുതേന് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനു വേണ്ടി ചുമര് പൊളിക്കാൻ പറ്റൂല. കടിക്കൊന്നുമില്ല, സംഭവം ഇഷ്ടംപോലെ ഉണ്ട്. അമ്മ ഒന്നും നീങ്ങി കാണിച്ചിട്ട്. കൂട് എവിടെയാ? ഇതാണ് കൂട്. ഇതിന്റെ ഉള്ളിൽ, ചുമരിന്റെ ഉള്ളിലാണ് ഇവർ കൂട് വെച്ചിരിക്കുന്നത്. ഇതിന് ശരിക്കും തേനുണ്ടാവൂല അമ്മ അപ്പൊ ആ ചുമരും ഉള്ളില്? അപ്പൊ ഞങ്ങളുടെ ചെറുതേൻ ഞങ്ങൾ ഇങ്ങനെ വളർത്തി വരികയാണ്. ഞങ്ങൾ വളർത്തിയതൊന്നുമില്ല കേട്ടോ, വന്നു കൂടിയതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കടിക്കൂലല്ലോ അമ്മ ഇത്. പക്ഷെ ഇതിനല്ലേ നല്ല വില കൂടുതൽ എന്ന് പറയുന്നത്. 3000 അങ്ങനെയൊക്കെ പറയില്ലേ ലിറ്ററിന്. ഈ കുരുമുളക് ചവിട്ടുന്നതിൽ ഒരു സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നിൽക്കണം കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ചിരിയൊക്കെ വരും ആദ്യം. പക്ഷെ അമ്മ പറയാ കുറേ പണിക്കാരുണ്ടെങ്കിൽ വല്ല സ്റ്റൂളോ കസേരയോ ചുമരോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ തെന്നി വീഴൂലേ. അപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, വട്ടത്തിൽ നിന്നിട്ടും അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുള്ളപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇത് നമ്മൾ പറിക്കാത്ത വള്ളിയാണ്. പക്ഷെ അമ്മ ഒരിക്കലും കായ്ച്ചു തരില്ല. സംഭവം ഇതൊക്കെ നല്ലോണം കായ്ച്ച വെള്ളിയാണ്. ഒക്കെ നാശായി പോയി. എന്താ കുറച്ചേ ഉള്ളൂ. അതാണ് അമ്മ ഇത് നമുക്ക് തന്നെ ഇവിടുന്ന് താഴെന്ന് പറിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പറിച്ചിട്ടില്ല. നാളെ എന്തെങ്കിലും പറിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ വള്ളി തന്നെ അമ്മ പറയുന്നുണ്ട് അടുത്ത കൊല്ലാവുമ്പോൾ നാശാവൂല അമ്മേ. ഇത് ഈ മാവിന്റെ മുകളിൽ വരെ പോയ വള്ളിയാണെന്ന്. ഇപ്പൊ അതൊക്കെ നാശായി കേടായി ഇത്തിരിയേ ഉള്ളൂ. ഒറ്റ ഇതേ ഉള്ളൂ അല്ലേ? അത് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഒക്കെ മണ്ണിന്റെ ഇതൊക്കെ കൊണ്ടാണ് നാശായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താ പന്നിയൂറ് പറയില്ല. പന്നിയൂർ ശരിക്കും വലിപ്പം ഉണ്ടാവും, നീട്ടം കൂടുതലായിരിക്കും. തിരിക്ക് നീട്ടം കൂടുതൽ ഉണ്ടാവും. ഇപ്പൊ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമ്മളേൽ ഇവിടെ ആകെ 3-4 ടൈപ്പ് അല്ലേ? പന്നിയൂർ, നടേശൻ, പിന്നെന്താണ്? പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്നതാണ് നടേശൻ. എല്ലാത്തിന്റെയും വള്ളി പോയിട്ടുണ്ട്. നടേശന്റെ തിരിക്ക് എന്താ വ്യത്യാസം അമ്മ? മണി ചെറുതായിരിക്കും.
ഇപ്പൊ പന്നീറും നടേശനും എല്ലാം ഏകദേശം ഏട്ടനും അനിയനും പോലെ ഉണ്ടല്ലോ. പിന്നെ മൂക്ക് ലാസ്റ്റ് പതുക്കെ ആവുള്ളൂ. ഓ കുറച്ച് വൈകിയേ ആവുള്ളൂ എന്ന്. ഇതാണ് നടേശൻ. പിന്നെ നമുക്ക് അപ്പുറത്ത് കുന്നത്ത് വയനാടൻ വള്ളി ഉണ്ടെന്ന് നമ്മ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ പോയോ എന്തോ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കല്ലുവള്ളിയാണ്. കല്ലുവള്ളിന്റെ ഇലയ്ക്ക് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു നീണ്ട ഇലയാണ്. ശരിക്കും കുരുമുളകിന്റെ ഇല പരന്ന് വെറ്റില പോലെ ഉണ്ടാവുക. പക്ഷെ ഇത് കല്ലുവള്ളിന്റെ ഇലയ്ക്കും വയനാടൻ വള്ളീന്റെ ഇലയ്ക്കും വ്യത്യാസം ഉണ്ടാവുമെന്ന്. സംഭവം ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊന്നും പറിച്ചിട്ടില്ല. അമ്മ ആകെ കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇത്തിരി തിരിയുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ പറിക്കാന്ന് വിചാരിച്ചു. വളരെ കുറച്ചേ ഉള്ളൂ. കുരുമുളക് അത്രയേ ഉള്ളൂ കേട്ടോ. പണി കഴിഞ്ഞു. അമ്മയൊക്കെ കുറച്ച് നേരം കൊണ്ട് തീർത്തു. ഇതാണ് ബാക്കി അതിൻ്റെ ആ ചണ്ടി. പക്ഷെ ഇതിൽ കുറച്ചായിട്ട് ഉണ്ട് കേട്ടോ. അത് നമുക്ക് കളയാൻ പറ്റൂല. നമ്മൾ കൈ കൊണ്ട് തന്നെ പെറുക്കി എടുക്കേണ്ടതാണത്. അമ്മ പറഞ്ഞില്ലേ പണ്ടത്തെ ആ സമയമൊക്കെ എന്ന് വെച്ചാല് കുറേ കിൻഡൽ കണക്കില് മുളകൊക്കെ ഉള്ള സമയം ഇവര് പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രി വീട്ടിലുള്ളവര് പണിക്കാരൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് എടുക്കൂല അമ്മ. വീട്ടിലുള്ളവര് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ചവിട്ടും. പിന്നെ ലാസ്റ്റ് ഒന്നുകൂടി ചവിട്ടി ഒരു മണി ഇല്ലാണ്ട് ഇങ്ങനെ വൃത്തിയിലെടുക്കും. എന്നിട്ട് ഇതിൽ വലിയൊരു വിക്ക് എന്താണെന്നറിയോ? ഇവര് ഈ ചണ്ടി കൊണ്ടുവന്നിട്ട് റോഡ് മൊത്തം ഇടും. അതെന്തിനാന്ന് മാത്രം എനിക്കറിയില്ല. അത് അമ്മേനോട് ചോദിച്ചപ്പോ അമ്മ പറയുന്നത് പണ്ടുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസമാണ്. ഈ ചണ്ടി കൂടി ആൾക്കാർ എത്രത്തോളം ചവിട്ടി പോകുന്നുണ്ട് അത്രയോളം കുരുമുളക് പിറ്റത്തെ കൊല്ലം അടുത്ത കൊല്ലം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കേട്ടോ. ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. പണ്ടത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ശരിക്കും അറിയാത്തോണ്ടായിരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും അത് അറിയുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ അമ്മ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മേന്റെ അമ്മ ഇവിടുത്തെ അച്ഛമ്മ ഇവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അമ്മ ചെയ്തിട്ടുണ്ടാവുക. സംഭവം എന്തിനാ ചെയ്യുന്നത് ചോദിച്ചപ്പോ അമ്മയ്ക്ക് കിട്ടിയ മറുപടിയാണ് ചവിട്ടും തോറും കുരുമുളക് കൂടുതൽ ഉണ്ടാവുന്നു. അപ്പൊ എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ അമ്മ ആദ്യം ഇടാറുണ്ടല്ലോ അമ്മ. ഞാൻ വന്നിട്ട് അമ്മ ഇടാറുണ്ട്. എല്ലാം കഴിഞ്ഞ് ചണ്ടി കൊണ്ട് റോട്ടിൽ വിതറിയിടും. അത്യാവശ്യം കുരുമുളകുള്ള ആൾക്കാരെ വീട്ടില് മുറ്റത്തൊക്കെ ഈ സീസണിന് പോയാല് റോഡ് മൊത്തവും ഈ ചണ്ടി ഇങ്ങനെ റോട്ടിൽ വിതറിയിട്ടിട്ടുണ്ടാവും. വെറുതെ വൃത്തികേടാക്കാൻ വേണ്ടിട്ട് വേറൊന്നുമല്ല. അപ്പൊ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. എന്തായാലും ഞങ്ങളെ ഇന്നത്തെ ദിവസം ഇതാ ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നപ്പോ അമ്മ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ എനിക്കിതിങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. എന്നെ പോലെ അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ ഒരു രസമായിരിക്കില്ല ഇതൊക്കെ കാണുമ്പോൾ. ശരിക്കും കുറവാണ് കുരുമുളക്, വളരെ കുറവാണ്. പക്ഷെ ഈ വള്ളീനെ കുറിച്ചുള്ള അറിവും ഇത് എത്ര ദിവസം വെക്കണം ഇങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുന്നവരല്ലാതെ പുറമെ ഉള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പ്രത്യേകിച്ച് എല്ലാവരോടും പറയേണ്ടത് കുരുമുളകിന് കഴുകാണ്ട് ഉപയോഗിക്കരുത്. നല്ലോണം കഴുകിയിട്ടെടുക്കണം. ഇതുപോലെ ചവിട്ടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി മെഷീനിൽ തന്നെ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഇടുന്ന സ്ഥലമൊന്നും അത്ര വലിയ വൃത്തിയിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ടൈലിട്ട സ്ഥലത്തും അങ്ങനെയൊന്നുമല്ല, മണ്ണിലും പൊടിയിലും തന്നെയാണ് ഇട്ടെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ സാധനങ്ങൾ എന്ത് സാധനം കടയിൽ നിന്ന് വാങ്ങി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ല വൃത്തിയാക്കി കഴുകി ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.